യൂഷ്വലി പറയുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് ടൈം സെക്സ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് സപ്പോസ് ടു ഹേർട്ട് എന്നുള്ളത്. അത് കറക്റ്റ് ആണോ? ഇസ് ഇറ്റ് എ മിത്ത്? എന്താണ് അതിന്റെ റിയാലിറ്റി? സെക്സ് ഈസ് നോട്ട് സപ്പോസ് ടു ബി പെയിൻഫുൾ. നമ്മൾ നെർവസ് ആയിരിക്കും, ഉം. കുറച്ചൊരു സ്ട്രെച്ച് ഫീൽ ഉണ്ടാവും. ഉം. മൈറ്റ് ബി അൺകംഫർട്ടബിൾ, ഉം. നോട്ട് പെയിൻഫുൾ. ഉം. ഇനിയിപ്പോൾ ചെറിയ പെയിൻ ഉണ്ടായി വെച്ചോളൂ ഫസ്റ്റ് ടൈം. റിപ്പീറ്റഡ്ലി, അതായത് സബ്സിക്വൻറ്റ് ഇൻ്റർകോഴ്സസിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി പെയിൻഫുൾ. ഓക്കെ. അപ്പോൾ അങ്ങനെ പെയിൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സംതിങ് ഈസ് റോങ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും കൺസൾട്ട് ചെയ്യണം. അപ്പോൾ പെയിൻ ഡിസോർഡേഴ്സ് കുറേ ഉണ്ട്. നമുക്കിപ്പം പെയിൻ ഉണ്ടാക്കുന്ന കോസസ് ഉണ്ട്. ഇപ്പോൾ എൻഡോമെട്രിയോസിസ് ഫോർ എക്സാമ്പിൾ, ഉം. അത് ഡീപ്പ് പെൽവിക് പെയിൻ ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് നമുക്കത് മാനേജ് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം ഈ പേഷ്യൻസിനെ. ബട്ട് നെവർ ടോളറേറ്റ് പെയിൻ. അതങ്ങ് ഉം. സഹിച്ച് നിക്കണ്ട ആ കാര്യമില്ല. പാർട്ട്ണറിന് വേണ്ടിയിട്ട് ചെയ്യുക. അങ്ങനെ ആ ഒരു ഇത് മാറ്റണം. കാരണം നമ്മൾക്കും അതിൽ എൻജോയ്മെന്റ് കിട്ടും. അത് നമ്മുടെ പാർട്ട്ണറും സന്തോഷമായിരിക്കും അത്. അത് സ്ത്രീകൾ പറയാഞ്ഞിട്ടാണ് ട്ടോ. ഇപ്പൊ പാർട്ട്ണറോട് പറയാണ് എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ Yeah, അവര് yeah, ഫോഴ്സ് ചെയ്തിട്ട് that's നീ true. സഹിക്കണം എന്ന് ഇപ്പൊ ആരും പറയില്ല. ഇല്ല. ഇപ്പോഴുള്ള പേഷ്യൻസ് ഒക്കെ വളരെ സന്തോഷമായിട്ടാണ് OPDയിൽ കാണിക്കാനൊക്കെ വരാറുള്ളത്. സോ ഇഫ് യു ടെൽ ദെം, അവരത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ എബൌട്ട് ബ്ലീഡിങ് ഇന്നത്തെ കാലത്തും അങ്ങനെ ആസ് ഇൻ ഫസ്റ്റ് സെക്സ് കഴിയുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്നാണ് ഞാൻ ആക്ച്വലി വായിച്ചത്. അങ്ങനെയുള്ള ഇതും കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് വരുന്ന ആൾക്കാരുണ്ട്. വെരി റെയർലി. ഓക്കെ. എൻ്റെ സോഫാർ 2 പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞിട്ട് ബ്ലീഡിങ് ആയിട്ടില്ല. ഇത് വെർജിൻ ആണോ എന്ന് നോക്കി എക്സാമിൻ ചെയ്തിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ റിയാലിറ്റി എന്താ വെച്ചാൽ പണ്ടിപ്പോൾ 14, 15, 16 വയസ്സിലൊക്കെ കുട്ടികളെ കല്യാണം കഴിച്ച് വിടുമ്പോൾ പ്രോബബ്ലി യെസ് അവർക്കൊരു ഒരു തിക്കായിട്ടുള്ള ഹൈമനോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ നമ്മളിപ്പം കല്യാണപ്രായം കൂടി, നമ്മൾ കുറേ ഫിസിക്കൽ. ഫിസിക്കലി ആക്റ്റീവ് ആണ്. അപ്പോൾ വളരെ തിന്നായിട്ടുള്ള ഒരു ഹൈമനായിരിക്കും. അത് റപ്ചർ ചെയ്യുമ്പോൾ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവണം എന്നില്ല. ഈവൻ ചെറിയ പ്രായത്തിൽ നിർബന്ധമില്ല അങ്ങനെ ഒരു ബ്ലീഡിംഗ് ഉണ്ടാവണം എന്നുള്ളത്. അപ്പം അതൊക്കെ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. തോട്ടാണ്. നമ്മൾ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ വെക്കുന്ന ഒരു പാർട്ട്ണറുടെ ഐ ഡോണ്ട് തിങ്ക് സോ You യു should ഷുഡ് ലീവ്.